ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. നെത്തോലിയാണ് കിട്ടിയത്. അപ്പോൾ ഞാനിന്ന് രാവിലെ കഴിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ അത് പുട്ടാണ് ഇന്നത്തെ കാപ്പി. അപ്പോൾ അത് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ മീനിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കറിക്കും പിന്നെ മോര് കറി, മീൻ വറുത്തതും വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരുന്ന കറിവേപ്പിലയാണ്. അപ്പോൾ അത് കൂടെ ഇട്ട് മീനിൽ വറുക്കാനായിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കറി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മോര് കറിക്കും കൂടെ നമുക്ക് അരയ്ക്കാനായിട്ട് എടുത്ത് അതിന് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് മീനിനെ നമുക്ക് കടുക് വറുക്കാനും ഇപ്പോഴത്തെ തൊട്ടടുത്ത അടുപ്പിൽ നമുക്ക് മീൻ വറുക്കാനും വെക്കാം കേട്ടോ. മീൻ വറുക്കാനായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത് നമുക്ക് മീൻ കറിക്ക് കടുക് താളിക്കാം. അതിൻ്റെ കൂടെ വറ്റൽ മുളകിടാം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. അത് രണ്ടും കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അരച്ച് തൊഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിപ്പോഴത്തേക്കും നമുക്കിതാ ഇപ്പോഴത്തെ മീൻ വറുത്ത് റെഡിയായെന്ന് നോക്കാം. അതിനിടയ്ക്ക് മീൻ തിളച്ച് മീൻ എടുത്തിട്ട് കൊടുത്തു. മീൻ തിളച്ചിട്ട് എപ്പോഴും മീനിടാവൂ, അപ്പോഴേ നമുക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ കേട്ടോ മീനിന്. അപ്പോൾ അതിവിടെ തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുത്ത് റെഡിയായിട്ടുണ്ടേ. നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മീൻ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മോര് കറിക്കുള്ള ഇത് റെഡിയാക്കാം കേട്ടോ. തൈര് ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. തൈര് റെഡിയായി. അപ്പോഴത്തേക്ക് മോര് കറിക്ക് നമുക്ക് കടുക് താളിച്ച് വറ്റൽ മുളകിട്ട് കൊടുക്കാം കേട്ടോ. അത് വറ്റൽ മുളകിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളവിടെ അതിന് മുന്നേ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ അരച്ച മോര് കറിയല്ല ഞാൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടും കൂടെ കേട്ടോ ഞാൻ ഇങ്ങനെ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് തൈര് ചേർക്കുന്ന കാരണം നമുക്കധികം തിള വരണ്ട. നമുക്കതിന് മുന്നേ നമുക്കത് എടുക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഉലുവ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണവും കിട്ടും. അപ്പോൾ ഇട്ട് നമുക്കത് മോര് കറി റെഡിയാക്കി. അതിൻ്റെ കൂടെ നമുക്ക് മീൻ കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ. കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മോര് കറി, മീൻ വറുത്തത്, മീൻ കറി. ബായ്.